കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് അതിനെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതിൻ്റെ ഒരു കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ചേർക്കുവേ. എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിരുമ്പി വേവിക്കാൻ പറ്റും. ഇതൊരു നല്ല കിച്ചൺ ഷോറൂമാണ്. അത് കാരണം കൊണ്ട് കുക്കറിലോട്ട് ഇറച്ചി വെക്കാനോ ഇറച്ചി വെക്കുകയാണെങ്കിൽ വിധി വഴിയെല്ലാം ഇങ്ങനെ പാട് വീഴുകയോ എണ്ണമായി പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിലാണ് വേവിച്ചെടുക്കുന്നത്. 1 മണിക്കൂർ എങ്കിലും വേവിക്കുക, അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും വേവിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഞാനിന്ന് ബീഫ് കറി ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങുവാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഗരം മസാല ഉണ്ടാക്കാൻ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വഴറ്റാനുള്ള സാധനങ്ങൾ സവാളയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വെട്ടി നല്ല ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എണ്ണക്കടി വറുത്തിടാൻ പോവുകയാണ്. അതിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത ഇടുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് കുറച്ച് തേങ്ങാക്കൊത്ത എടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് സവാള ഇടുവാണ്. വെളുത്തുള്ളി, നന്നായിട്ട് അരയ്ക്കാൻ പോകും. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ സാധനങ്ങളെയും നമുക്ക് എല്ലാം നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. ഈ വഴറ്റുക എന്ന് പറയുമ്പോൾ കണ്ണാടി കുരുവെന്നുള്ളതൊന്നുമല്ല, ഇതുവരെ നന്നായിട്ട് ട്രൈ ആകണം. ഇത് ഞാൻ ഇതിനകത്ത് ഗരം മസാല ചേർക്കാൻ പോവാണ്. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിൽ കൊള്ളുക. ബീഫ് ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. താല്പര്യം തോന്നി ഒന്ന് വെച്ച് നോക്കാൻ എളുപ്പമാണ് വെക്കാനായി.